1.5 ഗ്ലാസ് മുന്തിരി എടുത്തിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. മുന്തിരിയുടെ ജ്യൂസ് ഞാൻ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. കുറച്ച് ജ്യൂസ് നമ്മൾ മിക്സ് ചെയ്യാണ്. ഇതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. കോൺഫ്ലോറിൻ്റെ മിക്സ് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായ ചതച്ചെടുത്തതാണ്. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളുത്ത എള്ള് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതായിരിക്കണം നെറ്റിറ്റ് വീഴണം. ഇതായിരിക്കണം കൺസിസ്റ്റൻസി. ഞാൻ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഗ്രേപ്സ് കൊണ്ടുള്ള ജെല്ലി അല്ലെങ്കിൽ പുഡിങ് റെഡി ആയിട്ടുണ്ട്.